മുനമ്പം വിഷയത്തിൽ ബി.ജെ.പി. ആർ.എസ്.എസ് നാടകം പൊളിഞ്ഞതായി സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും മുനമ്പത്തുകാരെ വഞ്ചിച്ചെന്ന് എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ ബി.ജെ.പിയുടെ വഞ്ചന കൃത്യമായ രീതിയിൽ തുറന്നുകാട്ടപ്പെട്ടുവെന്ന് നിയമമന്ത്രി പി. രാജീവും പ്രതികരിച്ചു. മുനമ്പം വിഷയത്തിൽ ബി.ജെ.പി. ആർ.എസ്.എസ് നാടകം പൊളിഞ്ഞതായി സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമാണ് കേന്ദ്രമന്ത്രിയും ഇപ്പോൾ പറയുന്നതെന്നും മുതലെടുപ്പിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടുവെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷാത്മകത എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. വകുപ്പിൻ്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ബി.ജെ.പിക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമല്ല വേണ്ടത്, യോജിച്ച വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വഖഫ് ഭേദഗതി നിയമത്തോടെ മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും മുനമ്പത്തുകാരെ വഞ്ചിച്ചെന്ന് എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. നിയമത്തോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ ബി.ജെ.പി നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുനമ്പം നിവാസികളായ അവരുടെ കൈവശ ഭൂമിക്ക് അംഗീകാരം കിട്ടണം. ദീർഘകാലമായി മുനമ്പത്ത് താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ജനാധിപത്യ മുന്നണിയും സംസ്ഥാന ഗവൺമെന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഗവൺമെന്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മാറ്റമില്ല. ഇവിടെയുള്ള ജനങ്ങളെ ആരാണ് വഞ്ചിച്ചത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഒരു വിഭാഗം ആളുകൾ ഈ വഖഫ് നിയമം വന്നു കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമായി, കൈവശക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. മുനമ്പത്തെ കേന്ദ്ര സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയും പ്രതിപക്ഷം കബളിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. ബി.ജെ.പിയുടെ വഞ്ചന കൃത്യമായ രീതിയിൽ തുറന്നുകാട്ടപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോ പറഞ്ഞു കേട്ടത് ഇനിയിപ്പോ ചട്ടങ്ങൾ വരട്ടെ, അപ്പോൾ ആശ്വാസം ഉണ്ടാവുന്നതാണ്. നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ ചട്ടം. നിയമത്തിനകത്ത് അല്ലാതെയുള്ള അൾട്രാവയർ ഒരു ചട്ടവും നിലനിൽക്കില്ലല്ലോ. വീണ്ടും പാവപ്പെട്ട അവിടുത്തെ പ്രതീക്ഷയോടെ നിന്നിരുന്ന മുനമ്പൻ നിവാസികളെ വഞ്ചിക്കുക എന്ന നയം അവരും പിന്തുടരുന്നു. കബളിപ്പിക്കുക എന്ന സമീപനം, തെറ്റിദ്ധരിപ്പിക്കുക എന്ന സമീപനം കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു. എന്നാൽ സമരസമിതി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഗവൺമെന്റിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിൽ, മുഖ്യമന്ത്രിയിലും ഗവൺമെന്റ് വിശ്വാസമുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.